കൊണ്ടിടലടാ അപ്പോഴാണ് ഇത് ഇതാവുന്നത്. വെള്ളത്തിൽ പോയിട്ടാ പിന്നെ കിണ്ടിയത് സൗത്തിനെ ഒരു ദിനത്തിമിങ്ങനെ കൊണ്ടുപോകാൻ അറിഞ്ഞത് എന്റെ സൗത്തിനെ. ഒരാളെ പറഞ്ഞപ്പുറത്തി ഇതാരാണ് ഫ്രണ്ട് വന്നിരിക്കുന്നത്? തോന്നിയതാണോ നമ്മളെ ഇതൊക്കെ കാണിക്കുന്നത് കൊറേ നേരമായിട്ട് അവന്മാല ഇതേ കൊറേ നേരമായി സരക്കണ്ട് തല്ലാറും KGF കൊണ്ട് വരിക. പോട്ടെ പോട്ടെ പോട്ടെ. ആഫ്റ്റർ 12 വർഷം അവൾ എത്തി കേട്ടോ ഈ ഐലൻഡിൽ. ഇവനും വന്നാ തിരിച്ചു അണ്ണം പോയി. സൗത്ത് ഒന്ന് എന്നെ വലിക്കാൻ പറയടാ. ഫസ്റ്റ് കാലം കുത്തല്ലേ അപ്പൊ കുത്ത് എല്ലാരും കൊത്തും. ഫസ്റ്റ് കുത്തറാ അത്രേ ഉള്ളു. നമ്മളല്ലേ ഏത് വഴി കേറാൻ പറ്റും? ചാക്കാലൊക്കെ ഇരിക്കുമ്പോഴേ വാഴയുടെ തലി ഇട്ടിട്ട് എന്റെ ശവം പോയി. എന്റെ മോൻ പോയി. പിറ്റിപ്പോ ഈ അടിച്ചാൽ മതി, ഓട്ടോമാറ്റിക് കയറുന്നു. പറ്റിച്ചേരുന്നുണ്ട് അവിടുത്തെ കഴിവേറി. നീയല്ലടാ നീയല്ലേ പറഞ്ഞത് സത്യം പറഞ്ഞത്. Take care of yourself. ഇവിടെ നമ്മള് മുഴുത്ത് ഇവിടെ കൊണ്ട് ഇടണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കാണൂല. സത്യം ഇവിടെ എന്തോ ഉണ്ടാ ഞാൻ മണ്ടേ കയറേ എന്തോ ഉണ്ടെണ്ണ, അതാണ് നമ്മളിവിടെ കൊണ്ടുവിട്ടത്. ബാക്കിയുള്ള മണ്ടന്മാർ എത്ര നമ്മളെ ടീംസ് എല്ലാം എല്ലാരും മേളിലോ ലെഫ്റ്റ് വഴി മേളിൽ കൂടി കയറുക. എല്ലാ മണ്ടന്മാരും എത്തി. നമുക്കൊന്നുമില്ലാന്ന് പറഞ്ഞ് തിരിഞ്ഞോടിയാൽ എല്ലാവരും ഇല്ലാണ്ട് ഇനി ആരും വിശ്വസിക്കൂടാ. എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇതെന്തിനാ ഇതെന്തിനെന്നറിയാമെങ്കിൽ ഞാൻ ഇങ്ങനെ ഓടുപോകും. നമ്മളാ പെടുത്തി ഫസ്റ്റ് നമ്മളാണ് എത്തിയത്.
പിന്നെ ഈ ഐലൻഡിൽ വന്നവരാരും തിരിച്ചു പോയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എൻഡ് പോയിന്റ് കാണണം. നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കുറെ സ്ഥലങ്ങളുണ്ട്. എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ ജീവനോടെ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഹെലി വരും. ഇതൊരു വലിയൊരു ലൈക്ക് ഇതൊരു വലിയൊരു ഇതാണ്, മഞ്ഞുമലയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കുറെ ഹിഡൻ സ്പോട്ടുകളുണ്ട്. നിങ്ങൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർക്ക് മാത്രം പുറത്തു പോവാം. ആര് ഓടുന്ന ഞാൻ ഇങ്ങോട്ടോ അങ്ങോട്ടോ വാ, ഇടത്തോട്ടോ ഒരുമിച്ച് എല്ലാരും വാ. പേടിയാണെന്ന് വാ എല്ലാരും പാടാ, എല്ലാരും നമ്മളെ കണ്ടുപിടിക്കുന്നു. അങ്ങോട്ട് ഓടുവോ എല്ലാ കഴിവും ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ പോയതാണ് മറ്റവൻ ആദ്യം ഓടിയവൻ. ദൈവമേ, അവൻ മറ്റേ ഐസൂരിക്ക് വായ കൂടി ചത്തോടെ കഴിവ് മറ്റേ ഐസ് കട്ട ഉരുക്കി താഴെ വിടൂര്. ഒരുത്ത മരുഭൂമിയുടെ ദിശ നോക്കി പോയിട്ടാ ലെഫ്റ്റിലോട്ട് എടുത്ത് ഓടുന്നത്. പെട്ടെന്ന് മൂക്കെങ്കിലും മറ്റേ ഡ്രാഗനൊക്കെ വന്ന രണ്ടടി അടിക്കണം അല്ലേ? അന്നൊരു സർജറി അല്ലേ? ലൂപ്പ് ഹോളാണ് ഉദ്ദേശിച്ചത്. ലൂപ്പ് ഹോളാണ് ഉദ്ദേശിച്ചത്. സത്യം ഈ ഹോളല്ലേ കാണുന്നത്. എറുപ്പ് നടന്നു പോലെ പോണ എറുപ്പ് പോണ പോലെ പോണ്. നമ്മളെങ്ങോട്ടും അവിടെ ഒരുമിച്ചില്ല ലാമറില്ല. അവിടെ എത്തിയാറ്റ എടാ അവിടെ നിന്ന് വെള്ളം കാണുന്നുണ്ടാ താഴെ. അവര് ചത്ത് കേട്ടോ, ആരോ ചത്തേ. ലെഫ്റ്റ് കൂടി വാ. അണ്ണന്റെ ബുദ്ധി വെച്ച് ആലോചിച്ച് പറഞ്ഞോ. എടേ ഞാൻ ഇത് എന്തിനാ, ഞാൻ മറ്റേ പബ്ജി കളിക്കാടാ. അതാണ് ഞാൻ പണ്ട് ഇവിടെ വന്നിട്ട് മറ്റേ ഐശ്വര്യക്കലായിരുന്നു തന്നെ എന്റെ പരിപാടി വന്നിരുന്നു. എടാ ഒരുമിച്ചില്ലടാ ഈ നമ്മളെ കൂടെ വരുന്ന കൂട്ടത്തിന് ഒഴിവാക്കിയ വലിയ സഹായ പേര്. ഇവിടെ ഒരു കപ്പല് ഇപ്പൊ കപ്പൽ തന്നെ. അതാണ് ഫസ്റ്റ് ലിങ്ക് അതാണ്. എന്തായാലും അവന്മാർ ഓടും, മറ്റവന്മാര് കപ്പൽ ഓടും. ഒരു മണ്ണപ്പറ്റി എടാ ഇവനെ അവരെ വിഷം കൊടുത്ത് വീഴ്ത്താൻ പറ്റുമോ? ഫ്രണ്ടിൽ പോണവനെ മണ്ണെടുത്ത് തലക്കറി നീ സൂപ്പറാണ്. ഇത് സൂപ്പർ ജോയ്. ഇവരെയാണ് ഞാൻ എത്ര തെറി പറഞ്ഞോണ്ടിരുന്നത്. ഇതാണ് തെറ്റന്റെ ഞാൻ ഇവന്മാരെ ഇത് തിരിക്കാം. അവിടെ നീന്തിപ്പോ, അതാണ് ഡെഡ് എന്ന് പറഞ്ഞ് കേറാം. ചുമ്മാ പറഞ്ഞ തന്നെ മണ്ടന്മാരെ അവിടെ പോയി. അപ്പൊ നീ എന്തിനു മൂഞ്ചാങ്കോട്ട് ഒന്നേ ഇങ്ങോട്ട് അതാണ് ശരിക്കും അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. ഞാൻ തിരിച്ചെത്തും. നീന്തി പോണ പോലെ ഷിപ്പിനകത്ത് കയറാൻ പറ്റുമോ? അല്ലോ തണുപ്പിലുള്ള മൊണ്ടിന്റെ ഇടയിലൊക്കെ തണുപ്പ് കയറി. അണ്ണാ തുണി ഓടുമ്പോ പല്ലടിക്കുന്ന ശബ്ദമാണ്. അണ്ണ നമ്മളെ ഐഡി വർക്കൗട്ട് ഇവരെല്ലാം നീന്തണ്. നമുക്ക് തിരിച്ചു വന്നാ അതിനാണ് വീട്ടിൽ നമ്മളെ ഗോള് തിരിക്കും. എനിക്കറിയാം.
അണ്ണ എവിടെ അണ്ണ മുങ്ങിച്ചപ്പാ ഞാൻ ഇതൊരു കറങ്ങി ഇപ്പുറത്തൊരു കറങ്ങി വന്നത് ഡിസ്ട്രാക്ഷൻ ആണ്. ഈ ടൈം കൊണ്ട് വേറെ ആൾക്കാർ എത്തി പോകുന്നുണ്ട്. ഇത് ഞാൻ എത്തി സീനിലൊക്കെ ഉണ്ട്. അവ ഇപ്പോഴാണ് ഇവിടെ കട ഇവിടെ മറ്റേ കര നീന്തി കയറി കരകയറിയത് ഇപ്പോഴാണ്. എന്നിട്ടാണ് പറഞ്ഞത് സീൻ ലൊക്കേഷന്. ഇവിടെ എല്ലാം ഒരേ കണക്ക് വന്നല്ലേ. കണ്ടുപിടിക്കാൻ പാടാണെന്ന് പറഞ്ഞത്. നിങ്ങളൊക്കെ എവിടെ? നിങ്ങളൊക്കെ എവിടെ? നമ്മളെ ഇവിടെ നോക്ക്, ബാക്കിൽ നോക്ക്, ബാക്കിൽ നോക്ക്. അണ്ണ 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 ഇവന്മാര് നമ്മളെ ഫോളോ എന്തിനാടാ ഇത്? കാണാൻ അറിയാൻ പറ്റില്ലടാ, മാപ്പ് ഒന്നും ഇല്ലടാ. ഇത് അറിയാൻ നമ്മളെ കളഞ്ഞു പോയില്ലേ ഒരുമിച്ച്. എല്ലാരും ഇങ്ങോട്ടോ സത്യം. ഒരു പരിപാടിക്ക് സ്വന്തമായിട്ട് എടാ റൈറ്റ് നോക്കിയാണ്ടാ അവിടെ ഒരു റഡാർ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നോക്കടാ എടാ റൈറ്റ് നോക്കടാ, റൈറ്റ് നോക്ക്. തോന്നു എടാ എന്നോടാ അതാ റൈറ്റ് റഡാർ സ്പേസ് സ്റ്റേഷൻ എടാ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് നീന്തണം. അവിടെ നിന്ന് കയറാൻ പറ്റും റൈറ്റിലോട്ട്. ലൈറ്റ് ആളല്ല ലൈറ്റ് ആണ്. ഇവിടെ വെള്ളത്തിൽ ചാട്. അല്ല ഇതൊക്കെ എന്താണ് സത്യമില്ലേ? ഒരുപാട് ആൾക്കാർ ലെഫ്റ്റ് കൂടി നോക്കാം. അവര് മുറിഞ്ഞിരിക്കുവാണ്. ഞാൻ ഡൈവേർട്ട് ചെയ്ത് എന്നെ തിരക്കണ്ടെന്ന് വിചാരിച്ച് എന്റെ പിന്നാലെ വരും. മക്കളെ എത്തിയതിനകത്ത് റേഡിയോ അതിനകത്ത് ഇതുവഴി ഭ്രാന്ത് എങ്ങനെ ഇതാണ് ഡെഡ് ഉണ്ട്. ഡെഡ് എൻഡ് ഒന്നും അല്ല, ഇതെന്തോ ഒരു സൈഡ് മാത്രമായിട്ടുള്ളൂ. അതല്ല ഇവിടെ നോക്കി റൈറ്റ് കണ്ടു റോഡ്. ഇതിനകത്ത് വണ്ടി ഉണ്ടോ? വണ്ടി എടുത്ത് പോവാ. ഇവിടെ വണ്ടി വണ്ടി കാണുമല്ലോ. അണ്ണാ ഹെലിപ്പാഡ് ഇരിക്കണ ഹെലിപ്പാഡ് വരുന്നല്ലേ പറഞ്ഞേ? കണ്ടുപിടിക്കുമ്പോ ഹെലികോപ്റ്റർ വരുമെന്നാണ് പറഞ്ഞത്. ഇവിടെ കിടന്നുറങ്ങാം. ഇവിടെ കിടന്നുറങ്ങാം. ഇവിടെ എന്തോ ഉണ്ടാട്ടണ്ണ ഇതിന്റെ അകത്ത്. ഓഹോ കണ്ട് ഇതീന്ന സ്ഥലം. ഇതീന്ന സ്ഥലം. ഇതൊന്നും അല്ല, ഇവന്മാര് ഇവിടെ മൊത്തം തപ്പി ഇപ്പൊ ഓൾറെഡി. മനസ്സിലായ നിഷാൻ ബ്രോ? താങ്ക് യു ഫോർ ദ 200. താങ്ക് യു സോ മച്ച് നിഷാൻ ബ്രോ. പിന്നെ അല്ല ഇത് മറ്റേ സ്ഥലമല്ലേ? ഇതുകൊണ്ട് ഇവിടെ യൂസ് ഒന്നും ഇല്ല. ഒന്ന് കേറാനെങ്കിലും സമ്മതിരടാ. ഒന്ന് കേറാൻ സമ്മതിരടാ.
അല്ല ഇവിടെ എന്താ സമയം വേസ്റ്റ് ചെയ്യണം കാരണം മറ്റന്മാരോട് ഓൾറെഡി ഒന്ന് നോക്കി എവിടാ ഇവിടെ ഒരുമിച്ചില്ല നിങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ട് മറ്റേ പിങ്ക് ഷർട്ട് ഇട്ടില്ലേ അവനാണ് വലിയ ശല്യം കേട്ടോ കുറച്ച് പേരായി വണ്ടികളെ തരായിരുന്നു വാ എല്ലാരും വേണം ഒരുമിച്ചോടാ കൊല്ലൂന്നൊക്കെ പറഞ്ഞേട്ടാ നോക്കിക്കോ പുലി ഓടിക്കോ എടാ പറയുന്നത് കടുവയും പുലിയും പറയൊക്കെ വന്നടാ ഓടടാ എന്തിനാ മണ്ടേ കയറിക്ക പോയാ മതിയായിരുന്നു അവനെ അങ്ങോട്ട് നമ്മളോട് ഓടോക്കി ഓടി ഒന്ന് വേറെ വഴിയില്ലാതോ നല്ല തണുപ്പല്ലേ ഒരു ജാക്കറ്റ് വാങ്ങാൻ പറഞ്ഞിട്ട് ഇതിനാവധി തൈ പറഞ്ഞിട്ട് കൊണ്ടുപോടാ ഞാൻ തിരിഞ്ഞു നോക്കാതെ ഓടയാണ് സത്യം പറയാല്ലേ ബാക്കി കടുവയാണ് ഇത് കടലെ തപ്പി രക്ഷപ്പെടാന്ന് കടുവയുടെ കടിയോണ്ട് ഞാൻ കണ്ടതല്ലേ നല്ലത് കടല കാണാൻ പോയെന്ന് പറഞ്ഞാൽ കടുവ എടുത്തോട്ട് ഓടുന്നത് നിങ്ങൾ എങ്ങോട്ട് ഓടണം അടുത്ത സ്ഥലമുണ്ട് ലെഫ്റ്റ് വേറെ സ്ഥലമുണ്ട് വേറെ കോമ്പൗണ്ട് ഉണ്ട് അണ്ണ എന്തിനാണോ അണ്ണ ഷിഫ്റ്റ് ഞെക്കാതെ സ്പേസ് മാത്രം ഞെക്കി ഓടണ ഷിഫ്റ്റ് ഞെക്കല്ലേ എന്നിട്ട് 100 ആവുമ്പോ ഷിഫ്റ്റ് ഞെക്കി ഓട് 100 ആവുമ്പോ മാത്രം ഷിഫ്റ്റ് ഞെക്കിയത് ഇപ്പൊ സ്പീഡും കൂടും അവന്മാര് പോണതിന് മുമ്പ് എത്തുകയും ചെയ്യാം ഐഡിയ സേഫ് പ്ലേസ് ഞാൻ വീട്ടിനകത്ത് കയറിയിരിക്കണോ അണ്ണാ വീട്ടിനകത്ത് ഞാൻ രക്ഷപ്പെട്ടോണ്ട് ഓടിക്കൊണ്ടിരിക്കണേ എന്റെ ബാക്കിലെ ഒരു കഴുകാൻ പറഞ്ഞു അല്ലാതെ സമയം ചേർന്നു കുഴപ്പമില്ല എന്റെ പിറകെ ഒരു കഴുകാൻ വരുന്നതാണ് എന്നെ പിടിക്കാനതൊക്കെ സാവേജാണ് നടുപൊടിഞ്ഞ് എന്തിന് ഞാൻ ക്യാരി ചെയ്തത് ഈ പൊട്ട കെട്ടോ പിടിച്ചില്ല കടുവ ക്യാരി ചെയ്തിട്ട് വെള്ളം എന്റെ തല നോക്ക് ഗുലാനെ ഞാൻ ഇവിടെ ഹൈഡ് ചെയ്ത് ഇവിടെ നോക്ക് നീ ഐഡിയ ഇപ്പൊ സാമാനം കടിച്ചോണ്ട് ഇങ്ങോട്ടോ വരുന്നുണ്ടോ പറയണ്ട നമ്മളെ കൂടുതൽ ബാക്കി വരുന്നത് സാവേജ് അല്ലല്ലേ സാവേജ് മുണ്ടല്ലായിരുന്നു നീ എന്താ വരുന്നത് ചാടാത്ത അവിടെ നിന്ന് അണ്ണ ഞാൻ മുതുക്കത്തിയല്ലോ എല്ലാരും വലിച്ചിട്ടിക്കൂട്ട് പുലി എന്നെ കടിച്ചില്ല എന്നെ ക്യാരി ചെയ്ത ആളെ കടിച്ചായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നോക്കി നീ എന്ത് റിപ്പോർട്ട് എടുത്തിട്ട് പറ അടുത്താ അണ്ണാ ചത്ത് കഴിഞ്ഞാ നേരെ മുതുക്ക് ഓ ഇവിടെ എന്തായാലും ഇതാക്കാൻ പറ്റത്തില്ല ചേട്ടാ സംഭവം തിരിച്ച് ടെലിപ്പോർട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും തോന്നില്ലെന്നു എനിക്കറിയാം ലാസ്റ്റ് സർവൈവ് ആൾക്ക് വല്ല ഗിഫ്റ്റ് വല്ലതും ഉണ്ടോ അങ്ങനെ കൂടെ ഉള്ളവരൊക്കെ വെട്ടിക്കൊല്ലാനാ കുറച്ചു നേരം നമ്മളെ മറ്റേ സ്ക്വിഡ് ഗെയിം കളിക്കേണ്ടി വരും കേട്ടാ വേണ്ടി വരും വെട്ടിക്കോളം എന്തേലും ഉണ്ടായിരുന്നേ വിട്ടായിരുന്നേ ധന്യവാദം ഞാൻ ബേക്കിൽ നോടാ
അത് പുലി വന്നാ തിരിച്ചോടെ പുലി വന്നു കഴിഞ്ഞാൽ പുലിക്ക് ഇങ്ങനെ ഫ്രണ്ട് ബാക്ക് ഒന്നും ഇല്ലടാ തോന്നുന്നവരെ പിടിക്കും. എനിക്ക് തോന്നണ ഇത് സൂ ആണെന്ന് തോന്നണം. ഇതും അപ്പുറത്തുള്ളത് 2 സൈഡിലും പുലി ഉണ്ടെന്നാണെങ്കിലും എന്താണ് റേഞ്ചിലാണ് ഈ വീടുണ്ടോ വീടിനകത്ത് വീടിനകത്ത് സ്റ്റേഡിയം കണക്ക് പിന്നെ ഒന്നും വന്നില്ലല്ലേ. അത് നേരത്തെ നമുക്കിട്ടായിരിക്കില്ലല്ലോ. ഇപ്പൊ വേറെ ആരും നിന്ന് അവർക്കിട്ടായിരിക്കും. ഇവിടെ എന്തിനാ ചെക്ക് പോസ്റ്റ് വരുന്നതാണ്? ഫ്ലാഗ് ഉണ്ടല്ലേ, ഡിഫൻസ് ഫ്ലാഗാണ്. ഇത് പിടിക്കാൻ പറ്റുമോ? ആ ഇവിടെയാണ് എത്തേണ്ട സ്ഥലം. ഇവിടെ ആരും ഇല്ലല്ലോ, നമ്മൾ 3 പേരേ ഉള്ളൂ. നമ്മള് വരുന്ന മുമ്പ് ആരും വന്നായിരുന്നു. മണ്ടക്കറ മണ്ടക്കറ പുലി എന്റെ സാമാനം കഴിച്ചോണ്ട് അയ്യോ പുലിക്ക് ഗ്രാബ് ചെയ്താൻ പറ്റൂല. അയ്യോ അടിച്ചു കേറാറുണ്ട്. അയ്യോ അയ്യോ ഇല്ല ഞാൻ മണ്ടേ കയറിട്ട് ബഗ്ഗായി ചെത്ത്. ബഗ്ഗായി ചെത്തേണ്ടാ ഞാൻ മണ്ടേ കേറി. എനിക്ക് കിട്ടാനുള്ള കടിയുണ്ട്. എന്നാ ഞാൻ മണ്ടേ കേറിട്ട് രക്ഷപ്പെട്ട് നമുക്ക് പുലിനെ കളിപ്പിച്ചാലോ ഇനി? കഴപ്പ എന്തിനു പറഞ്ഞ പുലിക്കടി അടിക്കണോ? ധൈര്യം കാണിച്ചു പോകട്ടാ പുലി അടിക്കാൻ. പുലിയുടെ പുറകെ ഇവനാണോ പുലി? പുലിയപ്പോ പുലിയാ. ഞാൻ എന്തിനു മൈൻഡ് അടിക്കുന്നതെന്ന്. ലൈവ് ആക്ഷൻ ആണ് ഇപ്പൊ. ഇത് ഈ പുലി പോവാതെ എന്തെന്ന് പറഞ്ഞു? പുലി പോയി മറ്റേ കൊന്നേ മറ്റേ എടുക്കുക പുലി പോയി. അവൻ ചവിട്ടി തറയിട്ടാ സുനീന്. അവൻ ചവിട്ടി. അവിടെ പുലിയുണ്ട്, അവിടെ പുലിയുണ്ടാ? അവിടെ പുലിയുണ്ട്. എടാ ബാക്കില് അണ്ണാ മറ്റേ അവര് തള്ളിടാ. അവിടെ വന്നിട്ടാ എന്റെ അവളെ പയ്യനെ അടിക്കുന്ന പുലിയും പറയും എല്ലാം കൂടെ അവനെ പുണ്ടാന്ന്. പുലി നിനക്ക് സുഖമല്ലേ പുലി? നീ എന്തിനു ചെറുക്കനെ തള്ളിയിട്ടാ? ഇടിച്ചു വന്നാലേ പുലിനാ കൂടെ രക്ഷപ്പെടാൻ ബാക്കി കൊല്ലാൻ പുലി പിടിച്ചാലാ കഴിയടാ പുലിയുടെ. കൂടെ പുലി പോയി വെക്കാനല്ല അതിപ്പോ മറ്റേ സോളർ പാനൽ എന്താ അവിടെ ചുറ്റി കളിക്കുന്നു. നീ എന്തിനു പയ്യനെ തള്ളിയിട്ടത്? കളിക്കാണെ മര്യാദക്ക്. നീ ഇനി ഫൗള് അടിച്ച നീ ഒരു വട്ടം എന്നെ കപ്പലിൽ തള്ളിയിട്ട്. അങ്ങനെയല്ല ഇവൻ ഫസ്റ്റ് എന്നെ തള്ളിയിടാൻ നോക്കി. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിവിടെ വന്നത് 10, 20, 30 പേരുണ്ടായിരുന്നു. ഇപ്പൊ ഇത്രയും പേരുള്ളൂ കേട്ടാ. പാതി വരെ പുലി കൊണ്ടുപോയി. അല്ല ഒരു സൈഡിൽ കുറെ വരെ പുലി കൊണ്ടുപോയിട്ടുണ്ട് ഉറപ്പായി. ട്രക്കീനെ കൊണ്ടുപോയി ബാക്കി കുറെ കൊണ്ടുപോയി കാണുമല്ലോ. ഈ മഞ്ഞ കളറിന്റെ ബാക്കിൽ പുലി ഉണ്ടാ? ഞാൻ നോക്കിട്ടേ നമുക്ക് ഇടിച്ചു വന്നാലോ പോണ്ട അടിച്ചു കീറുവേ. പൈൻഡ് കേവ് എന്ന് പറ. അയ്യോ പുലിയട്ടാ ഞാൻ കേറി. വേറെ ആരെ പറയാ ഓടുന്നുണ്ട് അത്. അയ്യോ തലർക്കതേ ഒരുത്തന്റെ ബാക്കി ഓടി പോകുന്നുണ്ടേ. പുലി പോയി.
പുലി പോയി ഇല്ല പുലി മറ്റേ ബാക്കിൽ നേരെ ഫ്രണ്ടിൽ കാണാൻ അതിലോട്ട് എടാ ഈ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ഓടാം വാ ഇപ്പൊ പുലി ഇപ്പൊ അങ്ങോട്ട് പോവാ. അങ്ങനെ പോവാം. നമുക്ക് കേവ് കൊണ്ട് പിടിക്കണ്ടേ ഓ, എന്നാ, വാ, 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 വാ. കേവ് എടാ, അവിടെ ഒരു കേവല്ലേ എടാ കാണുന്ന എടാ നേരെ കാണുന്ന ഇവിടെ എന്തിനാണ് അത് ഇവിടെ നേരെ ഒരു ഗ്യാപ്പ് കാണുന്നില്ല എടാ അല്ല നേരെ ഇവിടെ ഒരു ഗ്യാപ്പ് ആണ് ലെഫ്റ്റ് സൈഡ് നോക്ക് അതെന്തോ അത് വേറെന്തോ അണ്ണാ ഇവിടെ പിടിച്ചാൽ ഇല്ലല്ലേ? പറ്റുമോ? അവിടെ പിടിച്ചാൽ മറ്റുണ്ട് പുലി വരുന്നുണ്ടോ പുലി വരുന്നേ അവിടെ കേറാൻ പറ്റുന്നില്ല മാറും എല്ലാരും കേറി 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 ഈ പെടച്ച പുലി പുലി നിക്കുമ്പോ തോക്കൊല്ലുണ്ടായിരുന്നു ഇവന്റെ സാമാന്യം മുറിച്ച് നീ ഞങ്ങൾക്ക് വേണ്ടി മരിക്കണം ഞങ്ങൾ എല്ലാരും കൂടി പുലിനെ പുലി ഇതോ അങ്ങോട്ട് വിടറാ അതോ തുണി എന്താ തുണി അങ്ങനെ പുലി പോടാ അത് ഞാൻ- തിരിഞ്ഞു നോക്കണ്ട തിരിഞ്ഞു നോക്കണ്ട ഇവിടെ എവിടെ എന്തിനാ അങ്ങോട്ട് പോണത് വാ വാ ഇതിന്റെ മോളിൽ കയറാം വാ ഇവിടെ ഇവിടെ കേവ് കണ്ടുപിടിക്കണമെന്നല്ലേ കൊടുത്തേക്കുന്ന വാ പുലി. പെട്ടെന്നായിരിക്കും വരിക പറയാൻ പറ്റില്ല സൈക്കിളൊക്കെ വലിയ സൈക്കിളോ സൈക്കിൾ കിട്ടിയടാ സൈക്കിൾ കിട്ടിയടാ എനിക്ക് സെറ്റ് വാ വാ സെറ്റ് വാ ഓ, ഇത് പറ- പുലി വരുന്നു ബാക്ക് ചെയ്ത് പുലി വരുന്നു ഞാൻ ഇരിക്കുകയാണ് മോളിൽ കേറ്. ആരും കൂടെ കേറിയൊക്കെ പോയി ഒക്കെ എനിക്കാണോ സൈക്കിള് പട്ടി ഒക്കെ എനിക്ക് സൈക്കിളാടാ ഒരു സൈക്കിളും കൊണ്ടുവന്നതിനെ പുലി അറിഞ്ഞു സൈക്കിളാടാ സൈക്കിളുണ്ടാ ഞാൻ നോക്കിട്ടില്ല അല്ല ലൊക്കേഷൻ നോക്കാനാണ് എന്നിട്ട് വരാം കേവല്ലേ പറഞ്ഞ കേവ് ആ കേവ് നോക്കട്ടെ എനിക്കൊന്ന് സൈക്കിൾ എന്നിട്ട് മറ്റേ ആനേനെ വെച്ച് പിടിക്കാനുള്ള പരിപാടി. എടാ ഇവിടെയാണ് തോന്നറ ഇതുവഴി ആ കണ്ട് എവിടെ പിന്തിയാൻ പറ്റുമോ ഇതിലില്ലല്ലേ കേവിട്ട് ലെഫ്റ്റിലോട്ട് വരുമ്പോ ഒരു മല കാണുന്നുണ്ടോ മല പോലത്തെ ഭാഗം അതൊഴിവാ റൈറ്റിൽ കൂടി റൈറ്റിൽ കൂടി അങ്ങോട്ട് പുലി വരുന്നുണ്ട് നമ്മൾ വന്ന വഴി പുലി വരുന്നുണ്ട് ഇങ്ങോട്ട് സർക്കാണ് ഇവിടെ പുലി ഇത് പുലിന്റെ ഇത് കേവല്ലേ ഇത് പുലിന്റെ സ്ഥലം ഇത് അങ്ങനെ പുലിയുടെ സ്ഥലം തോന്നുന്നത് ഇതാണ് കേവ് ഓടിക്കൊണ്ട് വന്ന എടാ ഇതായത് തിരിച്ചു പുലി വരുന്നതിന് പോവാ ഈ കേവ് അല്ലെന്ന് തോന്നറാ വേറെ അടുത്തെന്തിരി? ഇതല്ലാതെ അടുത്ത കേവ് വേണമെന്നോ കാവഴി തന്നെ നേരെ ലെഫ്റ്റോട്ട് വഴിയില്ലായിരുന്നു അതുവഴി പോയി വെക്കാം വാ എവിടെ വഴിയുണ്ടറാ ഇതിലെ തന്നെ അയ്യോ പുലി വിട്ടോ ചവിട്ടി വിട്ടോ ചവിട്ടി വിടറാ ഞാൻ മുതുക്കിലെത്തി ഞാൻ സൈക്കിളിൽ നിന്ന് വീണ് പുലി കടിച്ചാ അടിക്കുകയാണെ അതിനും വേദമെന്ന് പറയാറുണ്ട് സൈക്കിളിൽ വീണൊക്കെ വരച്ചെണ്ണ അവിടെ പുലിയുണ്ട് സൗത്ത് പുലിക്കടൊക്കെ സംസാരം. എടാ അവിടെ പുലിയുണ്ട് പുലിയുടെ വടയിൽ കയറി അറിയാൻ പോയതാണ് കേട്ടാ പ്രശ്നമായി ഇവിടെ താട്ട് വഴിയുണ്ടോ വേറെ അത് കേവ് അല്ലായിരുന്നു അത് പറ്റിപ്പായിരുന്നു കേട്ടോ അതല്ലായിരുന്നു കേവ് പുലിന്റെ എന്തോ ഇതായിരുന്നു ഇടയിൽ കുഴിയുണ്ട് ഈ കുഴി ലൈറ്റ് ഓഫ് ചെയ്യുന്ന ഒന്നാലേ കണ്ണ് കണ്ടൂടാ ലൈറ്റ് കിടക്കട്ടെ ഇത് കുഴി ആ കുഴിയാണോ എനിക്കറിയാം വെള്ളമാണ് അറ്റത്ത് കുഴി പോകും നിങ്ങളൊക്കെ എവിടെ ബാക്കിയുള്ളവരൊക്കെ രായരൊക്കെ ചത്താ ആരും ചെയ്യപ്പെട്ടിരിക്കും സൈക്കിളിലാണ് ഇവിടെ ഈ മലയുള്ള അടുത്തായിരിക്കും എന്തായാലും ഒരു ഗുഹയുടെ
ഇതുവഴി നേരെ പോകാൻ പറ്റുമോ ഇവിടെ? നമ്മളെ വീണ്ടും തിരിച്ചു കയറിയ നിങ്ങൾ എവിടെയാണ്? നമ്മളത് കഴിഞ്ഞ് അവിടെ നിന്ന് ഓടി പുലിനെ കണ്ട്. മലയിലോട്ട് കയറാം, മലയിലോട്ട് കയറാം. ക്യാപ്സ് ലോക്ക് ഹോൾഡ് ചെയ്യണം. നിങ്ങള് ലെഫ്റ്റിലോട്ട് തന്നെയാണോ പോയാ? ആ ലെഫ്റ്റ് തന്നെ. അയ്യോ അയ്യോ പെട്ട്. സ്ഥലത്ത് തന്നെയായിരുന്നാ? ഇല്ല ചത്തില്ല ഇവിടെ ഉണ്ട്. എന്തൊരു എല്ലാരും ചത്തില്ല നമ്മള് പിങ് ഇടാക്കൊക്കെ സെഡ് വെക്കുമ്പോ ഒന്ന് പിങ് ആക്കൂ. എടാ നിനക്ക് ഇറങ്ങാൻ പറ്റിയടാ? ഞാൻ താഴെ വീണ്ടാ വീണ ചാവൂലേ ഇപ്പം? ഇവിടെ പുലി ബോളിൽ വന്നടാ. ചാടിയിട്ട് റിഫ്രഷ് അടിച്ച എന്റെ 50 HP ഉള്ളാകെ. എവിടെയാണ് ഇരിക്കണേ? നീ ദാ മേളിൽ നിന്റെ മേളിൽ ട്രക്കി നിനക്ക് പക്ഷെ എനിക്ക് അന്നെ ക്യാരി അടിച്ചോണ്ട് ഇറങ്ങിയതായിരുന്നു. ഓടിക്കോ ഇല്ലേ ചത്തട്ടത്. അങ്ങോട്ട് പോകാൻ പറ്റും. ഇങ്ങോട്ട് എടാ എന്നെ ക്യാരി ഇടാ. ഞാൻ വന്ന് എന്നെ ക്യാരി ഇടി. സൈക്കിൾ ഒന്നാടാ ഞാൻ ക്യാരി അടിക്കാ നിന്നെ. പുലിക്ക് സൈക്കിൾ ചെയ്താൽ കടിക്കാൻ പറ്റില്ല. സരക്കന്നെ കടിച്ചടാ. ഫുഡും വാട്ടറും കഴിച്ചോണേ. ചത്തനിപ്പോ 17%. ഹെലികോപ്റ്റർ എവിടാ? എവിടെ നിങ്ങളെവിടാ? സ്ഥലമല്ലേ? അങ്ങോട്ട് വാ. അണ്ണൻ ചത്തില്ലേ എന്നാ? ഇല്ല എനിക്ക് എന്റെ അപ്പൊ ചത്ത സുനിയാണോ? അല്ല എന്റെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഞാൻ രക്ഷപ്പെട്ടത്. നേരത്തെ കണ്ട ഹെലിപ്പാടുള്ള സ്ഥലമില്ലേ? അവിടെയാണ് ഇനിയിപ്പോ ഉള്ള. അങ്ങോട്ട് എടുത്തോണ സൈക്കിൾ എടുക്കണേ. എന്നെ തിരിച്ചെടുക്കണ്ട വാടാ. കൊണ്ടുപോയി പുലി അടിച്ചാ സൈക്കിളിൽ പോയപ്പോ കടിച്ചറാ. എന്റെ അതല്ല സെയിം. ആ കേവിന്റെ മുമ്പിൽ സർക്കന സുഖല്ലേ? കടി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കടിയായിരുന്നു. നിങ്ങളെവിടെ? എടാ നിങ്ങളാരെല്ലാം ഇതൊന്നും എനിക്ക് ഇതുവാടാ ഡിസ്കൗണ്ട് വന്നിട്ട് കാണിച്ചാടാ. പിടിച്ച് കഷ്ണം പിടിച്ച്. ആദ്യം പോയ സ്ഥലം ബാവാ. എടാ ഞാൻ അങ്ങ് എത്താറാണ്. ആ വഴി ജസ്റ്റ് ഒരു ചെറിയ വഴി ഉണ്ടായിരുന്നു അവിടെ. ആ വഴി ഇറങ്ങാൻ നേരത്തെ പിഴച്ച പുലി കടിച്ചറാ രായന്നെ. ഇവന്മാരെന്നെ ഇട്ടിട്ട് പൊക്കളന്തറ ചതിയന്മാര് എന്നെ ക്യാരി ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ട് ഇവന്മാരെ അവിടെ ഇട്ടിട്ട് പോടാ അങ്ങ് എന്നെ ഇട്ടിട്ട് ട്രിക്കിയൊക്കെ കള്ളൻ. ഞാൻ പിന്നെ അപ്പുറത്ത് നടന്ന ഒരു പാവപ്പെട്ട സൈക്കിള് അവന്റെ തെണ്ടി ഓടിച്ച് അവരെ ക്യാരി ചെയ്തിട്ട് ഞാൻ സൈക്കിൾ ഔട്ട് വരുമായിരുന്നു. എടാ പുലിക്ക് എന്നെ കടിക്കാതിരിക്കായിരുന്നു. ഇച്ചിരി ചെറിയ ഡിസ്റ്റൻസിലായിരുന്നു പന്നപ്പുലി. അണ്ണാ എന്റെ അടുത്തൂടെ പോയണ്ടാ പുലി. നമ്മള് കറങ്ങി കറങ്ങി ഇവിടെ തന്നെ നീ രക്ഷപ്പെട്ടെങ്കിൽ എനിക്കെന്ത്? ഞാൻ ചത്തിട്ട് എവിടെയാടാ? മാർക്ക് ചെയ്യടാ. മാർക്ക് വല്ലതും വന്നോ? ഓക്കെ ഇതാ വരുന്നത്.
ചെറുക്കണ്ണ കളയല്ലേ ഏട്ടാ, സൈക്കിൾ ഇരിക്കുമ്പോ സ്റ്റാമിന കളയല്ലേ. നമ്മളെ സ്റ്റാമിന കളയല്ലേ ഇല്ല അത് കുഴപ്പമില്ല. ഇല്ല എത്തിയടാ അമ്മ എത്തിയടാ ഹെലിപ്പാടം പെട്ടപ്പോ ഞാൻ തന്നെ പെട്ടു ലാസ്റ്റ്. ഞാൻ സൈക്കിളിൽ മലയുടെ കൊണ്ടേ താഴോട്ട് വീണ്. അവിടെ മറ്റേ വഴി എന്റെ കണ്ടില്ല. അതിനെ കണ്ടു കേട്ടോ സുരേനെ. എന്റെ ഫ്രണ്ടിൽ കൂടി പുലി പോയി. ഞാൻ സൈക്കിളിൽ കയറിയിരുന്നപ്പോ പുലി എന്നെ കടിച്ചില്ല. ആരും കടിച്ചില്ലടാ. നശിപ്പം പുലി എന്നെ കടിച്ചടാ. കറക്റ്റ് ആ ഒരു ജസ്റ്റ് സെക്കൻഡ് മിസ്സാ എന്റെ ഇത് തീർന്നുപോയി. സ്റ്റാമിന തീർന്നു. എടാ അതിന് ചത്തിട്ട് എണീറ്റപ്പോ എന്നെ റിവ്യൂ ആക്കിയപ്പോ അവിടെ തന്നെ വന്ന് തിരിച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോ ട്രാക്ക് ചെയ്ത് അങ്ങ് തിരിച്ചു കൊണ്ടുപോയി. ഇവിടെ ഹെലിപ്പാഡ് എവിടെ? നമ്മളിവിടെ കൊറേ പേര് കൂടി പോണ്ട്. അലൈവാണെങ്കിൽ ഇവിടെ കളിക്കടാ. നീ കുറച്ചേരം ഉണ്ടാ അവിടെ. പുലിക്ക് വരാനുള്ള സ്ഥലമല്ലേ? ആ ഹലോ, ഇവിടെ ഒരു 50,000 പേര് രക്ഷപ്പെട്ടാ. ചത്താകെ നമ്മള് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ നിൽക്കാം. പുലി വരാൻ ചാൻസ് ഉണ്ട്. ഹെലി വന്നു അണ്ണന്റെ സൗത്ത് രക്ഷപ്പെട്ട്. ആ കൊള്ളാം സൗത്ത്. പക്ഷേ സൗത്തേ പുലിയെ കൊല്ലുന്ന സൗത്തിനാണ് എനിക്ക് ഇഷ്ടം. ഇത് പേടിച്ചോടി വന്ന സൗത്താണ്. എടാ ഹിലി ഇങ്ങോട്ട് തന്നെ വരണേ. അതുകൊണ്ട് മാത്രം എല്ലാരും മാറിക്കേ. സരക്കണ്ണൻ പോടാ. നമ്മള് വന്നതില് ജീവിച്ചിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. നീ ഉണ്ട് പോരെ? അവനും ഉണ്ട്. അത്രേ ഉള്ളൂ. എടി ഇവിടെ അല്ലെന്നാണ് എന്റെ ബലമായ സംശയം. വരും ഇനിയും വരും ഹെലി. ഹെലിയിൽ ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെയൊന്നും ഇല്ലടേ. വരുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊന്നും ഇല്ലടാ. അങ്ങനെയൊന്നും ഇല്ല. സൗദേ നീ കേറിയല്ലേ അങ്ങ്. ഓക്കേടാ. പെണ്ണൊക്കെ വേറെ സെൽഫിഷ് അങ്ങ് ചിരിക്കുന്നുണ്ടാ. ഇടിച്ചു കൊല്ലറാ. ഹലോ എല്ലാരും ക്യാരി ചെയ്യണം. ബാ നമ്മളെന്ത് സെൽഫിഷ് ആവല്ലോ നിങ്ങള്. പറ്റണ എല്ലാരും ക്യാരി. എടാ ഈ സൗത്തിനെ കൂട്ടില്ല കേട്ടാ. വെറും എച്ചാണ്. ഹെലി കിട്ടിയപ്പോ അങ്ങ് കേറി മറ്റേ ചന്തി വെച്ച് അവിടെ ഇരുന്ന്. ആർക്കും വേണ്ടി കാത്തു വെക്കരുത്. സാർത്ഥതൊക്കെ മുന്നിലാണല്ലോ. ഞാനല്ല പുലി കടി എല്ലാത്തിനും ട്രിക്കി എടുക്കാൻ പറയടാ. ഈ മൈലിനെ എടുത്ത് കളയടാ ഈ പുണ്ടച്ചീനെ. തന്നു കേട്ടാ ഇവിടെ പ്ലെയറൊക്കെ വന്നു ഇവിടെ. ഇല്ലെന്നറ വണ്ടി സ്റ്റാർട്ട് ആക്കണ സ്വിച്ച് വണ്ടി ഹോട്ട് വെയർ ചെയ്തറാ. അല്ല ഡബ്ല്യൂ നോക്കി നോക്ക്. ഒന്നുകൂടി ചെയ്യടാ. ഒരു മിനിറ്റ് കേറല്ലേ.
കേരള കേരള ബ്രോ കേരള ഹലോ ഹലോ കേറല്ലേ ഇപ്പൊ ഹോട്ട് വെയർ ചെയ്ത് തെറ്റി സാർ അതാണ് സംഭവം. ഈ നാറി ഞാൻ നീ എവിടെ രാണ ഇറങ്ങിറങ്ങ രാണ ഓടിക്കാൻ പറ രാണ എടാ ഒന്ന് മാറി ഇട്ടാ ഒന്ന് മാറി ഇട്ടാ. ഇതിനകത്ത് ഇപ്പൊ വെളിയിറങ്ങി കഴിഞ്ഞാൽ പുലി ഇറങ്ങി അതാ ഓട്ടോ ഇറങ്ങണ ആരോ ഈ കിണങ്ങന്മാരെ കൊണ്ട് നന്മ കളിക്കുന്ന ട്രിക്കാ നേരം എല്ലാരും എല്ലാരും കേറുന്നു തള്ളിയിട്ടാണ് പോയ പട്ടികളൊക്കെ. സ്നൈപ്പേ ഇത് ബഗ്ഗായടാ ഇത് മറ്റേ പുലി പുലി കടിച്ചപ്പോ കടിച്ചപ്പോ വണ്ടി ഒന്ന് ഫ്ലിപ്പായി അപ്പൊ ബഗ്ഗായത് എന്തൊക്കെ തള്ളണേ തള്ളുന്നത്. വണ്ടി ഇത് ഫ്ലിപ്പ് ആയത്. പുലി മറ്റവരെ കടിച്ചപ്പോ വണ്ടി ഫ്ലിപ്പായോ പക്കായത്. ഒരേ എയർപ്ലെയിൻ കൂടെ എവിടെ ഒരു സൈക്കിളിൽ വന്ന് പുലിനെ ഇടിച്ചോണ്ട് വന്നിട്ട് ആൾക്കാരെ കടിക്കുന്നു കേട്ടാ. വലിയ കാരണം തരാം ഗുലാനാണെന്ന് തോന്നുന്നു. ഗുല അതോ പുലിയുടെ സൈക്കിൾ അതോ ഈ റൈറ്റ് മുണ്ടെടുത്തവരാണ്. ഗുലാൻട്രാ ഇത് ഗുലാൻട്രാ ഗുലാൻട്രാ. ഈ പ്ലെയിനിൽ നിന്ന് ഒരു മനുഷ്യൻ ഇനി പുറത്തോട്ട് ഇറങ്ങത്തില്ല. ഡ്രൈവർ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയാ നോക്കട്ടെ വെളിയിലോട്ട് ഇറങ്ങിയാ മക്കളെ ഒന്ന് മാറിയണേ. ഓടിക്കാൻ പറ്റില്ല നീ ഇറങ്ങ് ഇതിലെ ചുമ്മാ ഇതിന്റെ ഫാൻ മാത്രം ഇട്ട് ഇളക്കാം. നീ ഇറങ്ങ് എടാ ഇറങ്ങിയാണ് നോക്കട്ടെ. എടാ നിന്റെ അടുത്തല്ലടാ പറയണ ഇറങ്ങ. ഹലോ മണ്ണോ അല്ല ഉണ്ടായിരുന്നെങ്കിൽ വെടിവെച്ച് കൊന്നു. ഇറങ്ങടാ നീ കറക്കാതെ ഇറങ്ങ്. എല്ലാരും സീറ്റ് പിടിച്ചിരിക്കുക. ഒരിക്കലും ഇറങ്ങി തരത്തില്ല. ഇതൊക്കെ ജീവിതം പോണ പോലെയാണല്ലോ ഇരിക്കുന്നവരൊക്കെ. പറക്കളേനും പിടിച്ചിരിക്കട്ടെ എല്ലാം കൂടി ഓണം വരുന്നു. അവിടെ ചന്തി ഉറപ്പിച്ചിരിക്കുന്നു. അടുത്ത എലി വരണ്ടാ. ട്രിക്കി അത് വിട്ടിട്ട് വാ. അവന്മാരവിടെ പൂഞ്ചിരിക്കട്ടെ. വണ്ടി എടുത്തോണ്ട് പോണം. എന്ത് പെട്ടെന്ത് അത് തന്നെ വേണോടാ നിനക്ക്. നിനക്ക് അത് തന്നെ വേണം. നീ അവിടെ ഇരുന്നോ. കാര്യം പറയട്ടെ ഈ മഞ്ഞത്ത് വണ്ടി ഇറങ്ങൂലെന്തോ. ഓ അത് പുതിയ കണ്ടുപിടുത്തം. അത് കേട്ടാ മഞ്ഞത്ത് വണ്ടി അനകൂലെന്ന് തോന്നുന്നു. ഒരു കണ്ടുപിടുത്തണോ അവന്റെ. എന്താടാ മറ്റേ ഇതില് ഐസ് കൊണ്ട് ഇതായ മരവിച്ച പോടാ കഴിവേറി. ഇപ്പൊ എല്ലായിടും നമുക്ക് എല്ലായിടും ഇത് കയറിയിരിക്കുന്നു കൂടെ. ഈ എടാ ഈ ഇവരെ എടാ പ്ലെയിനിൽ കയറി ഇറങ്ങാൻ പറ്റൂല. ബഗ്ഗാണ്. എല്ലാം കയറട്ടെ. നമ്മള് കയറി ഇറങ്ങിയില്ല. പിടിച്ച് അകത്തൊക്കെ ഇരുമ്പുണ്ട്. അപ്പുറത്തെ ഏരിയയിലൊക്കെ അല്ലല്ല അവനെ കൂട്ടണ്ട. അവൻ വെറും സൗത്ത്. ഓ ഞെളി അതല്ല അതട്ടാ സൈഡ് എഴുതി കളിച്ചണ്ടാ വായിച്ചോക്കിയാണത്. ആമി നീ വന്നിട്ടാ ടീക്ക് ആമി എൽറ്റക്കായി കഴിവേറ്. നിനക്ക് ആദ്യമേ എടുത്താ പോരെ. നീ ഇവരെയൊക്കെ നോക്കാം. നിന്റെ ആര് ഇവര് സത്യം പറയാല്ലേ കേട്ടില്ല. അറിയാം അതൊക്കെ ഇടിച്ചു മറിയടാ കൊണ്ട് ഇടിച്ചു കൊടുക്കും. ഓടിക്കറിയുന്നമാരായിരിക്കും മൂന്ന് സൈക്കിൾ ചവിട്ടി കിട്ടോ. ഫാസ്റ്റ് വന്നാലും കൊണ്ടിടി. ഇടിച്ചു വന്നിട്ട് വരുന്നു. എന്തിനാ തള്ളിക്കൊണ്ട് വരണതല്ലാണോ. കൊടുങ്കാറ്റ് വരാൻ അത് വർക്കാവൂല. ഒന്നും കൂടി മനസ്സിലുള്ളത് പുറത്ത് വന്നു.
എവിടെ പെണ്ണുപിള്ളക്കാര് പറഞ്ഞത് വണ്ടിക്കകത്ത് സ്ഥലമൊന്നുമില്ല എടുക്കണമെങ്കിൽ ഞാൻ ഇല്ല പുലിയുടെ കടി നമുക്ക് പിന്നെ ഇതാര് വണ്ടി ഓഫ് ആവണം പെടുന്നുണ്ട് പോണ വഴി എന്തെന്ന് പറഞ്ഞ സൂക്ഷിക്കണേന്ന് പോണ വഴി സൂക്ഷിക്കണേ വഴിയറിയാണ്ടേ തിരിച്ചു പോകാൻ. അടുത്ത മഗ് എടാ സുനാപ്പി പെട്ടെന്ന് പൊക്ക് ഗോ വെളുത്ത് ഇറങ്ങല്ലേ കാരണം എന്നെ ക്യാരടിക്ക് അത്രോളാ വണ്ടി പൊക്ക് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു പോണേ കൊടുങ്കാറ്റ് എന്തോ വരുന്ന പറഞ്ഞു അങ്ങനെന്തോ ഇപ്പൊ പോണ wrong direction അല്ലേ നിങ്ങള്? നമ്മള് റോങ് ആണ്ട്രാ പോണ ഇങ്ങോട്ടല്ലല്ലോ കടലി പിടി ഇപ്പൊ എന്തെങ്കിലും മാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എങ്ങോട്ടാ ഫ്രണ്ടിൽ കാണിക്കണ മാപ്പിൽ ഫ്രണ്ടിൽ കാണിക്കണ ലൈൻ്റെ ഏരിയയിലാണെന്ന് പറയും already ഒരു dot, ഒരു മാർക്കർ അടിക്കുന്നില്ലേ? waypoint, അതിലോട്ട് നോക്കിപ്പോടാ. 5 മൈലാ അങ്ങോട്ട് ആ waypoint പോവാ, അതാ നേരത്തെ waypoint ആണ്. അങ്ങോട്ട് പോ 5 മൈൽ അല്ലല്ല സൂപ്പർ അത് നമ്മള് നേരത്തെ കണ്ട ഷിപ്പാണ്, മനസ്സിലായില്ലേ? ആദ്യം കണ്ട ഷിപ്പാണ് അത്. നമ്മൾ എത്തുവാണെങ്കിൽ പറയണം, നമ്മൾ എത്തിന്ന് പറഞ്ഞ പേരിടാൻ പറയണം, മനസ്സിലായ? അവിടെ ഇപ്പൊ ഏതൊരു മറ്റേ നമുക്ക് മുമ്പേ മറ്റേ അങ്ങ് അക്കുട് വീട്ടിൽ അങ്ങ് എടുത്തെന്ന് പറഞ്ഞാൽ മതി. ഏത് അതൊന്നുമല്ല അവിടെ പരിപാടിക്ക് വിളിക്കില്ല അപ്പൊ ആദ്യത്തെ ഹെലി വന്നപ്പോ കേറിയിരുന്നു അണ്ണ വിളിച്ചിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവനെ വിളിക്കണം, അവന് നമ്പർ ഉണ്ടോ? അപ്പൊ ആദ്യം സേഫ് ആവാൻ നോക്കിയില്ല. ഒന്ന് കണ്ടുകൂടല്ലേടാ ഇത്. എനിക്ക് ഒന്ന് കാണാനും വയ്യ, ഇത് ഫ്രണ്ടിലോട്ട് പോണാന്ന് അറിയാൻ വയ്യ. ആ മൈല് മൈല് കുറയുന്നില്ലേ? നീ ബുദ്ധിയില്ലാത്തവനാണ് അവൻ. മൈല് കുറയുന്നില്ലേ? മൈല് കുറയുന്നുണ്ട്. വിട്ടോ ട്രാവലിംഗ് നോക്കിയൊക്കെ പോ വല്ലതൊക്കെ ഒന്ന് 3 മൈൽ 29 മൈല്. കണ്ട 3 മൈൽ 29 ഇല്ല. 2.8 അല്ല അങ്ങനല്ല, 2.9 എന്ന് പറഞ്ഞാ 10 വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. നീ എന്തായാലും പോ. നമ്മൾ കടലെത്തി അതൊക്കെ അത്രേ ഉള്ളു. അത്രേ ഉള്ളു. നമ്മള് വേറെ കര കണ്ടിട്ടുണ്ടേ, അന്തേരിയിലുള്ളവരും കര കണ്ടിട്ടുണ്ടേ. അല്ലടാ ഇത് ചില്ലാട്. ആ നീ എന്തിനു പറയണ? അണ്ണാ ബേക്കിലോട്ട് നോക്കണ്ണ, 2 ഐലൻഡ് ഉണ്ടാവോ പകുതി പാതിയായിട്ട്. അത്രേ ഉള്ളു പിന്നെ അല്ല വിഷയം തന്നെ. ഫസ്റ്റ് എത്തിയവരെ ഇടാൻ പറയണോടാ, അത് മോശമാണ്. പിന്നെ നമ്മളെ രക്ഷപ്പെട്ടിട്ട് പിന്നെ എന്തൊരു അല്ല അന്തേരിയില് അവരാണ്. അവരാണ് കരയിൽ ആദ്യം ഇറങ്ങി നമ്മളെന്ന് പറഞ്ഞു. ലാൻഡിങ് എന്നൊക്കെ പറയാനുണ്ട്. ലാൻഡിങ്ങിൽ കൊണ്ട് കൊളാക്കരുത്. ഇവിടെ എല്ലാരും പക്ഷെ ഇവിടെ മുതുക്കിലാണ് എല്ലാരും ഉള്ളത്. മുതുക്കി പോടാ. സിറ്റിയിലൊക്കെ പോടാ. മുതുക്കി പോയി അങ്ങ് ഇറങ്ങാം. ആ ഇത് വീടേന്നും വേണ്ട, നമുക്ക് ഇടിയിട്ട് പിന്നെ അതൊക്കെ അവരിടുന്നെങ്കിൽ ഇടട്ട്. നമുക്ക് ഇടാനൊക്കെ പറഞ്ഞു. അടുത്ത മോഡൽ ഹെഡിങ് കൊണ്ട് നമുക്ക് ഇറങ്ങിട്ട് ഇറങ്ങിന്നുള്ള കാണിക്കട. ഇവിടെ എത്തിയാ ഇറങ്ങിയെന്ന് തന്നെയല്ലേ വണ്ടിയെ കൊണ്ടൊന്ന് കയറ്റി ഇറങ്ങും. എന്റെ കാല് ഫസ്റ്റ് തറ ഇവിടെ പുലികൾ അത്ര ഉള്ളു. പുലി കഴിക്കണ മുമ്പേ കയറിയോ? പണ്ട് തടിയിട്ടാൻ വരുമ്പോ ഓർമ്മയുണ്ട്. ഇനി എഞ്ചിൻ ഓണാവല്ലേ? നേരെ മുതുക്കിലങ്ങ് ഇറങ്ങാം. അതായിരുന്നു സംഭവം കേട്ടോ. ആദ്യം ഓണായ എടുത്തോണം. വണ്ടി ഓണാവല്ലോ. ഇനി ഓണാവോ? ഇപ്പൊ ഇറങ്ങണ്ടായിരുന്നാ, നമ്മളങ്ങ് ഇറങ്ങിയാ മതി. നീ എന്തിനാ ഇറങ്ങിയത്? താളം കെട്ടിട്ട് പോയ
ഓണാക്കാനുള്ള ട്രിക്കാണ്. അവന്മാരൊക്കെ പ്രാക്ക് വീണ് കേട്ടോടാ. മാറ്റാൻ നോക്കിയാണ് സത്യം. മറ്റവന്മാര് പ്രാക്ക് വീണ്. ഇവിടെ ആ സൗത്തിനെ മുതുക്കി വെച്ച് കണ്ട ടീമുകളെ കണ്ടിട്ടില്ലേ? എന്തൊരു ടീമുകളല്ലേ അവിടെ വന്നിട്ട്. പരിപാടിക്ക് വിളിക്കലല്ലേ അവനല്ല അവനെ മാത്രമല്ല മറ്റേ അവിടെ നിന്ന എല്ലാ സെൽഫിഷ് വലിയ ക്യാരി പോലും ചെയ്യാതെ എനിക്ക് വണ്ടി ഇടുന്നു. ഓ വണ്ടി ഇടുന്നു. അത്രക്കുള്ള ബന്ധമൊക്കെ ഉള്ളവന്. സത്യം സത്യം. അതല്ലടേ പുലി സുനീനെ കടിക്കാൻ വന്നപ്പോ ചവിട്ടി തറ ഇടുന്നു. കടിക്കട്ടെന്ന് പറഞ്ഞു. അത് വേറെ അത് വേറെ പിങ്ക് വരല്ല. സറക്കണ്ണ പുലി അടിച്ചടാ. പുലി കൊണ്ടുപോയി. ഞാൻ കണ്ണു നീ കണ്ടോണ്ട് നോക്കി കണ്ടിരുന്നാടാ. സൈക്കിൾ ഇറക്കില്ലേ പുലിയെ? ഇല്ല സരക്കണ്ണനെ ഇല്ല കഴപ്പ് കാണിച്ച് ഇതിന്റെ ഇടയിൽ കൂടെ പോയി പൊട്ടിത്തെറിക്കാനാണ് നിന്നെ അടിച്ച് പെട്രോളി പിടിച്ച് അത്തില്ലേലും കുഴപ്പമില്ല, കഴപ്പ് കാണിച്ചാ അതല്ലേ. മേലോട്ടോട്ടിക്കോ? അത്രേ ഉള്ളു. ഫൈൻ കിട്ടിയടാ 100 രൂപ. അതൊക്കെ അത്രേ ഉള്ളൂ. എന്തൊരു ഹെലികോപ്റ്റർ ഓടി തറക്കൂടിയല്ല ഓടിക്കാനുള്ള കേട്ടാ. തറക്കൂടിയല്ല ഓടിക്കാനുള്ള അതിനാണ് കിട്ടിയത്. മൈൽ പറന്ന് നേരെ മുതുക്കൂടെ നമുക്ക് അവിടെ വന്നിറങ്ങാനുള്ളതാണ്. സ്വീകരണം ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഓ അവിടെ ആയിരിക്കും മുട്ടയന്മാര് തരും ചെല്ലു. രായക്കോട്ടെ പുലി ഇറച്ചി തരും ചെല്ലു. പുലിയുടെ കുടുക്ക പുഴുകിയത് തരും. എടാ നമ്മളെ വീടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങ് ഇറക്കായിരുന്നടാ. ഞാൻ അതിനാണ് ഇങ്ങോട്ട് ആലോചിച്ചത്. പക്ഷേ ഓ തള്ളു എന്റെ അമ്മോ തള്ളി. ഞാൻ അതാണ് ആലോചിച്ചത്. യുദ്ധത്തിന് തള്ളടാ അവൻ. ഞാൻ മുതുക്കിയുണ്ട് അങ്ങോട്ടാ. അങ്ങോട്ട് അണ്ണ മുതുകിലുണ്ട്. അണ്ണനെ കാണാം. വാ വാ വാ. ഇല്ല ഞാൻ ഇറങ്ങിയായിരുന്നു.